കോട്ടയം എരുമേലിയിൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്തതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ നിസാർ പ്ലാമൂട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. 5-ാം വാർഡ് വാഴക്കാലയിലാണ് നിസാർ മത്സരിക്കുക. ലീഗിന്റെ സീറ്റുകൾ കൂടിയാലോചന നടത്താതെ കോൺഗ്രസ് ഏറ്റെടുത്തെന്ന് നിസാർ പ്ലാമൂട്ടിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മുസ്ലിം ലീഗ് എരുമേലി പഞ്ചായത്തിലെ 2 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. എരുമേലി വാഴക്കാല വാർഡും എരുമേലി നേർച്ചപ്പാറ വാർഡും പിന്നെ ഒരു ബ്ലോക്ക് എരുമേലി ടൗൺ ബ്ലോക്കും ഉണ്ട്. ഇങ്ങനെ 3 വാർഡിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജനറൽ സീറ്റായിരുന്നു വാഴക്കാല. അവിടെ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച നിലവിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നിർത്താൻ തീരുമാനിച്ചത്. അങ്ങനെ ആ രീതിയിൽ കമ്മിറ്റി കൂടിയ ഒരു രാത്രി കൊണ്ട് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വെച്ചു മാറുകയായിരുന്നു. പാർട്ടിയോ കമ്മിറ്റിയോ നിലവിൽ അറിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മത്സരരംഗത്തുള്ളത്. അത് ശക്തമായ പ്രതിഷേധമുണ്ട്. പാർട്ടിയുടെ അസ്തിത്വം കളഞ്ഞിട്ടാണ് നിലവിൽ ഇവര് കോൺഗ്രസിന് വെച്ചു മാറിയിരിക്കുന്നത്. ഇല്ല, പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, 5-ാം വാർഡ് വാഴക്കാലയിലാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ലീഗ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ മറ്റോ നടക്കുന്നുണ്ടോ? അതല്ല ഈ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ നിസാറിന്റെ ഉദ്ദേശം? അമൃത, നമുക്കറിയാം ഏറെ നാളത്തെ കാത്തിരിപ്പിന് കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് വേണമെന്ന ലീഗിന്റെ സമ്മർദ്ദത്തിന് പിന്നാലെ ലീഗിന് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF സീറ്റ് അനുവദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സീറ്റ് വൈക്കം സംവരണ സീറ്റിൽ പിന്നീട് സ്ഥാനാർത്ഥിയെ നിർത്താൻ ആളില്ലാത്തതിനെ തുടർന്ന് അത് കോൺഗ്രസിന് വെച്ചു മാറുകയും ചെയ്തു. ഇങ്ങനെ ലീഗിനെ നിരന്തരമായി അവഗണിക്കുന്നു എന്നുള്ളൊരു പരാതി ലീഗ് നേതൃത്വത്തിനുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ എരുമേലി പഞ്ചായത്തിലെ സിറ്റിംഗ് സീറ്റിലും ഇത്തരത്തിൽ ലീഗിന്റെ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് ശ്രമം നടക്കുന്നു എന്നുള്ള പ്രതിഷേധത്തെ തുടർന്ന് ലീഗ് സ്വതന്ത്രമായി മത്സരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ നിസാർ പ്ലാമൂട്ടിലാണ് ഇത്തരത്തിൽ സ്വന്തം നിലയ്ക്ക് ഈ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി 5-ാം വാർഡിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ വാഴക്കാല കൂടാതെ നേർച്ചപ്പാറ അടക്കമുള്ള മറ്റു വാർഡുകളിലും ബ്ലോക്ക് വാർഡുകളിലും അടക്കം ലീഗിന് നൽകിയിരുന്ന പല വാർഡുകളും കോൺഗ്രസ് കൂടിയാലോചനയില്ലാതെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അസ്തിത്വം പണയപ്പെടുത്തിയുള്ള ഇത്തരം നടപടികളോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് താൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകും. സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ല എന്നുള്ള കാര്യവും അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും ജില്ലയിലാകെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലാകെ ലീഗിനെ കോൺഗ്രസ് ഒതുക്കുന്നു എന്നുള്ള പരാതികളും വിമർശനങ്ങളും രാഷ്ട്രീയ ചർച്ചകളും സജീവമായിരിക്കുകയാണ്. ഇത്തരത്തിലൊരു നീക്കം എരുമേലിയിൽ ഉണ്ടായിരിക്കുന്നത്. എരുമേലിയിലെ സജീവ ലീഗ് പ്രവർത്തകനും പഞ്ചായത്ത് കമ്മിറ്റി ട്രഷററുമായ നിസാർ പ്ലാമൂട്ടിലാണ് ഇത്തരത്തിൽ 5-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ലീഗിന്റെ ചിഹ്നം ലഭിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ലീഗ് ജില്ലാ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തുന്നുണ്ടെന്നും നിസാർ നമ്മളോട് പ്രതികരിച്ചു. ശരി.